സുപ്രീം കോടതി വിധി രാഹുലിന് അനുകൂലമായതോടെ കേന്ദ്ര സർക്കാരിന് മുന്നിൽ പ്രതിപക്ഷത്തെ കേൾക്കുക എന്നല്ലാതെ മറ്റു പോംവഴികളില്ലാതായി. അതുമാത്രവുമല്ല, ബി.ജെ.പിയുടെ സഖ്യകക്ഷിയായ ടി.ഡി.പിയും ചന്ദ്രബാബു നായിഡുവും പ്രതിപക്ഷത്തിനൊപ്പം നിന്നതോടെ കാര്യങ്ങൾ ബി.ജെ.പിയുടെ കയ്യിൽ നിന്നും ഊർന്നു പോവുക കൂടിയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി പട്ടികജാതി ഉപവിഭാഗങ്ങൾക്ക് സംവരണമാകാമെന്ന വിധി പുറപ്പെടുവിച്ചത്. എന്നാൽ വിധിയിൽ ബി.ജെ.പി ഇതുവരെ ഔദ്യോഗികമായി യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല. ബി.ജെ.പിയെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ ഒരു നിലപാടെടുക്കുക എന്നത് ഏറെ പ്രയാസകരമായ കാര്യമാണ്. പട്ടികജാതി പട്ടികവർഗങ്ങളിലെ ഉപവിഭാഗങ്ങൾക്ക് സംവരണം നൽകണം എങ്കിൽ സർക്കാർ നിർബന്ധമായും ജാതി സെൻസസ് നടത്തേണ്ടി വരും. അതാണെങ്കിലോ പ്രതിപക്ഷത്തിന്റെ ആവശ്യമാണ്. കേന്ദ്രം തുടർച്ചയായി അതിനെ എതിർത്തതുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ പൂർണ്ണമായും വിധിയെ തള്ളിക്കളയാനും അംഗീകരിക്കാനും ബി.ജെ.പിക്ക് സാധിക്കില്ല. വിധിയെ എതിർത്താൽ തെക്കൻ സംസ്ഥാനങ്ങളിൽ ബി.ജെ.പിക്ക് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ വിധി അനുകൂലിക്കുന്നത് ഹിന്ദുത്വ വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കുമെന്ന വിലയിരുത്തലും ബി.ജെ.പിക്കുണ്ട്. പ്രത്യേകിച്ച് ബി.ജെ.പി ഭരണത്തിൽ വന്നാൽ സംവരണം അവസാനിപ്പിക്കും എന്ന പ്രതിപക്ഷത്തിന്റെ പ്രചാരണങ്ങൾ കാര്യമായി തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചിരുന്നു എന്നിരിക്കെ മോദിക്ക് ഒരക്ഷരം മിണ്ടാനൊക്കില്ല. എൻ.ഡി.എ ഘടകകക്ഷികൾക്ക് ഭിന്നാഭിപ്രായമാണിതിൽ. ലോക ജനശക്തി പാർട്ടി അധ്യക്ഷൻ ചിരാഗ് പാസ്വാൻ വിധിയെ എതിർത്ത് രംഗത്തെത്തുകയും വിധിക്കെതിരെ റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യുമെന്നും പ്രഖ്യാപിച്ചപ്പോൾ വിധിയെ പൂർണ്ണമായും സ്വാഗതം ചെയ്തുകൊണ്ടാണ് തെലുങ്ക് ദേശം പാർട്ടി അഥവാ ടി.ഡി.പി രംഗത്തെത്തിയത്. പ്രധാന ഘടകകക്ഷികളായ ഈ രണ്ട് പാർട്ടികളും വ്യത്യസ്ത അഭിപ്രായവുമായി രംഗത്തെത്തുന്നത് ബി.ജെ.പിയെ സംബന്ധിച്ച് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന കാര്യമാണ്.